ിലേക്ക് തിരിച്ചെല്ലാം കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ അത് പറയരുത് എന്ന് റസൂൽ പറഞ്ഞു. അപ്പോൾ എത്ര ദയനീയമാണ് റസൂലിൻ്റെ അവസ്ഥ നോക്ക് നിങ്ങൾ. അവസാനം റസൂൽ നാട് വിട്ട് തിരിച്ച് മക്കയിലേക്ക് തന്നെ പോരുകയാണ്. മക്കയിലേക്ക് എങ്ങനെ പോകും? അവിടെ നാട് വിട്ട് ബഹിഷ്കരിച്ച് പോകുന്നതാണ്. തിരിച്ച് കയറി ചെല്ലാൻ കഴിയാൻ ഗോത്ര ഭരണം നിലനിൽക്കുന്ന, അതിൻ്റെ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന രാജ്യമാണ് അവിടെ ഉള്ളത്. അവിടേക്കാണ് സ്വന്തമായിട്ട് കയറി ചെല്ലാൻ കഴിയില്ല ഒരു ഗോത്രത്തിന്റെ സംരക്ഷണം ഇല്ലാതെ. അവസാനം മക്കയുടെ അതിർത്തിയിൽ വന്ന് റസൂലയും കൂടെ സെയ്ദ് നിന്നു. ആരും ഏറ്റെടുക്കാനില്ല. അവസാനം മുത്തഅബ് ബിൻ അദി, അയാൾ മുശ്രിക്കാണ്, മുസ്ലിം അല്ല, അദ്ദേഹം ഏറ്റെടുത്തു. അദ്ദേഹം മുഹമ്മദിന് സംരക്ഷണം നൽകാമെന്ന് ഏറ്റു. അങ്ങനെ അദ്ദേഹത്തിന്റെ സംരക്ഷണയിലാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സെയ്ദും ഒക്കെ പിന്നീട് മക്കയിലേക്ക് കടന്നു വരുന്നത്. മുസ്ലിം അല്ല, മുശ്രിക്കിന്റെ സംരക്ഷണയിലാണ് പിന്നീടുള്ള ഏതാനും ഒരു വർഷത്തിൽ താഴെയുള്ള കുറഞ്ഞ കാലം, 2 വർഷത്തോളം നിൽക്കുന്ന ഒരു കാലം റസൂൽ അവിടെ താമസിക്കുന്നത്. ആ താമസത്തിന്റെ പ്രത്യേകത നോക്കൂ നിങ്ങൾ. എന്താ മുത്തി ചെയ്തു തരും നിങ്ങൾ? മുത്തി മുഹമ്മദിനെയും അവരുടെ ഭാഷയിൽ മുഹമ്മദിനെ തൻ്റെ ഒട്ടകപ്പുറത്ത് കയറ്റി വന്നു. മക്കയിലേക്ക് കടന്നു വരുമ്പോൾ തൻ്റെ 4 ആൺമക്കളെ ആയുധം ധരിപ്പിച്ച അദ്ദേഹം കഅബയുടെ 4 മൂലകളിലും നിർത്തിയിട്ടാണ് നബിയെയും കൊണ്ട് അദ്ദേഹം ഇങ്ങനെ കടന്നു പോകുന്നത്. കാരണം അക്രമം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. നാട് വിട്ട ബഹിഷ്കൃതനായ വ്യക്തിയാണ് മുഹമ്മദ്. അദ്ദേഹത്തെ കൊണ്ടാ കടന്നു ചെല്ലുന്നത്. കടന്നാക്രമം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അദ്ദേഹം 4 പേരെയും ആയുധപാണികളാക്കി തൻ്റെ കഅബയുടെ 4 മൂലയിൽ നിർത്തിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ആളുകൾ ചോദിച്ചു, മുഹമ്മദിനെ നീ സംരക്ഷണം ഏറ്റെടുത്തതാണോ അതോ നീ മുത്തബിയാണോ, അദ്ദേഹത്തെ പിന്തുടർന്നവനാണോ എന്ന്. അപ്പൊ അബൂജഹൽ അങ്ങനെ പ്രമുഖരൊക്കെ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, മുത്തബിയല്ല, ഞാൻ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഏറ്റെടുത്തതാണെന്ന്. അങ്ങനെ കൊണ്ടുപോയി സംരക്ഷണം. അപ്പൊ അവർ പറഞ്ഞു, നീ സംരക്ഷിക്കുന്ന ആളെ ഞങ്ങളും സംരക്ഷിക്കും. ഗോത്രഭരണത്തിന്റെ സംവിധാനം അങ്ങനെയാണ്. നീ സംരക്ഷിക്കുന്ന ആളെ ഞങ്ങളും സംരക്ഷിക്കും. അങ്ങനെ മുഹമ്മദ് നബി അവിടെ സംരക്ഷിതനായി കുറച്ചു കാലം മാത്രം. ഇനി നിങ്ങൾ നോക്കൂ, കാലം കഴിഞ്ഞു. റസൂലുള്ളാഹിയും അനുയായികളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി, ഹിജ്റ പോയി, നാട് വിട്ടു. ഒരുപാട് സംഭവങ്ങൾ നടന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ സംഭവത്തിന് ശേഷം മദീനയിൽ ചെന്ന് ഏതാണ്ട് 1 വർഷം കഴിയുമ്പോഴേക്കും ഒരു യുദ്ധം വന്നു, ബദ്ർ യുദ്ധം. ആ യുദ്ധത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബന്ധികളായിട്ട് 70 ആളുകളെ ബന്ധികളായിട്ട് പിടിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന വാക്കെന്താ അറിയാം നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മൾക്ക് പറയാൻ കഴിയും അങ്ങനെയൊക്കെ. ലൗ അന്ന മുത്തഅബ് ബിൻ അദി ഹയ്യൻ, മുത്തഅബ് ബിൻ അദി ഇന്ന് ജീവിച്ചിരിക്കുകയും ഈ ആളുകളെ മോചിപ്പിക്കണമെന്ന് എന്നെ ആവശ്യപ്പെടുകയും ചെയ്താൽ ആ ഒരു വാക്ക് മാത്രം വിലക്കെടുത്ത് ഞാൻ ഈ ബന്ധികളെ മുഴുവൻ അദ്ദേഹത്തിന് വേണ്ടി മോചിപ്പിച്ചു കൊടുക്കുമെന്നാണ്. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? എത്ര അർത്ഥമാണ് അതിനുള്ളത്? ആ ഒരു വ്യക്തി പറഞ്ഞാൽ ഞാൻ ഈ മുഴുവൻ ബന്ധികളെയും അദ്ദേഹത്തിന് വേണ്ടി മോചിപ്പിച്ചു കൊടുക്കുമെന്നാ. കാരണം എന്താ നിങ്ങൾ, പണ്ട് എന്നെ സഹായിച്ച മനുഷ്യനാണെന്നാ. അയാൾ മുസ്ലിം അല്ല, ഇപ്പോഴും മുത്തൈമു മരിക്കുമ്പോഴും മുസ്ലിം അല്ല. എന്നിട്ട് റസൂൽ അത് പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞാൽ ഞാൻ മോചിപ്പിച്ചു കൊടുക്കുമെന്ന്. അതാണ് ബന്ധം, അതാണ് സഹകരണം. അവിടെ നന്മയുടെ കാര്യത്തിൽ സഹകരിക്കുക. അത് ആ മറ്റു മാർഗങ്ങളൊന്നും ഇതൊന്നും നോക്കിയിട്ടും വിലയിരുത്തിയിട്ടുമല്ല. നോക്കൂ, ഈ ബദ്ർ യുദ്ധത്തിൽ ഒരുപാട് സംഭവങ്ങൾ പറയാൻ സമയമില്ല. ബദ്ർ യുദ്ധത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ചില ആളുകളൊക്കെ ഇന്ന് യുദ്ധത്തിന് വരുന്നുണ്ട് ബദ്റിലേക്ക്. അവരാരും എല്ലാവരും ശത്രുക്കളായി നിങ്ങൾ കാണരുത്. മുസ്ലിങ്ങൾക്കും അനുയായികൾക്കുള്ള നിർദ്ദേശമാണ്. യുദ്ധത്തിന് വരുന്ന ശത്രുപക്ഷത്തുള്ള ആളുകളെ ചില ആളുകളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് റസൂൽ പറയുന്നത് എന്താ അറിയോ? അവരെ ആരെയും നിങ്ങൾ ശത്രുക്കളായി കാണരുത്. ചില ആളുകൾ അതില് അവർക്ക് നിർബന്ധിതരായിട്ട് യുദ്ധത്തിന് വരുന്ന, അത് തിരിച്ചറിയണം നമ്മൾ. അതിൽ ഒരു ആളെ റസൂൽ എണ്ണിയത് എന്താ അറിയാം നിങ്ങൾ? അബുൽ ബുഹ്തരി എന്ന് പറയുന്ന മുശ്രിക്കിനെയാണ്. മുസ്ലിം അല്ല അദ്ദേഹം. അദ്ദേഹത്തെ നിങ്ങൾ കണ്ടാൽ കൊന്നുകളയരുത്, സംരക്ഷണം കൊടുക്കണമെന്നാണ്. അപ്പൊ എന്താ കാരണം അറിയാം നിങ്ങൾ? പണ്ട് റസൂൽ അനുസ്മരിക്കുന്നത് പണ്ടത്തെ സംഭവങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പത്രിക തയ്യാറാക്കി പല പ്രമുഖരുടെയും ഒപ്പ് ശേഖരിച്ചുകൊണ്ട് കഅബയുടെ ഭിത്തിയിൽ പതിച്ചൊരു സംഭവമുണ്ട്. നബിയെയും അനുയായികളെയും ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ആ സംഭവത്തിൽ ആ പത്രിക പിച്ചു ചീന്തിയ ഒരു മനുഷ്യനാണ് ഈ അബുൽ ബഹ്തരി. അത് സഹകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ആ സംഭവം അനുസ്മരിച്ചിട്ടാണ് റസൂൽ പറയുന്നത്, ബദറിന് വരുന്ന കൂട്ടത്തിൽ അബുൽ ബഹ്തരി ഉണ്ട്, അദ്ദേഹത്തെ കൊന്നുകളെ, അദ്ദേഹത്തെ നിർബന്ധിതനായിട്ട് വരുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രയാണ് നബിയുടെ മനസ്സിലുള്ള സ്നേഹവായ്പ ആളുകളോട്, യുദ്ധത്തിന് വരുന്ന ആളുകളോടുള്ള സമീപനമാണിത്. ഇവിടെയൊക്കെ ഇസ്ലാമികമായ ചില പാഠങ്ങളുണ്ട്. ഇവരാരെയും ശത്രുക്കളായിട്ടല്ല നമ്മൾ കാണേണ്ടത്.
ഇവരൊക്കെ നമ്മളുടെ പ്രബോധിത വിഭാഗമാണ്. നമ്മുടെ ദഅവത്ത് വേണ്ടതുപോലെ എത്തേണ്ട വിഭാഗമാണ്. അതിനനുകൂലമായ സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് പരമപ്രധാനം. ഇസ്ലാം ഉദ്ദേശിക്കുന്നത് സമാധാനത്തിന്റെ അന്തരീക്ഷമാണ്. സമാധാനത്തിന്റെ സാഹചര്യം ഉണ്ടാക്കാൻ ഏതറ്റം വരെ പോകാമോ അതിന്റെ അങ്ങേ അറ്റം വരെ പോകാൻ അള്ളാഹുവിന്റെ റസൂൽ തയ്യാറായ നിരവധി സംഭവങ്ങൾ കാണാം. നമ്മൾക്ക് വളരെ പ്രധാനമായുള്ള ഹുദൈബിയ സന്ധിയിലെ റസൂലിന്റെ തീരുമാനങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അടുത്ത 10 വർഷത്തേക്ക് യുദ്ധം ഉണ്ടാവില്ല എന്നൊരൊറ്റ ഖണ്ഡിക ഉള്ളത് കൊണ്ടാണ് തന്റെ അനുയായികളുടെ എതിർപ്പ് പോലും വകവെക്കാതെ അള്ളാഹുവിന്റെ റസൂൽ ഒരു സന്ധിക്ക് തയ്യാറായത്. എന്തൊക്കെയായിരുന്നു സന്ധ്യ? ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് എഴുതരുത് എന്ന, പരമകാരുണികനായ അള്ളാഹു എന്ന് എഴുതാതെ അള്ളാഹുവിന്റെ നാമത്തിൽ നീയും ഞാനും സമ്മതിക്കുന്ന അള്ളാഹു എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചു കൊടുത്തു റസൂൽ. അത് തീരുമാനമല്ല, പക്ഷെ ഒരു സന്ധിക്ക് വേണ്ടിയുള്ള വിട്ടുവീഴ്ചയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ ദൂതനായ റസൂൽ എന്ന് എഴുതിയപ്പോൾ സുഹൈൽ ഇടപെട്ടു, കൈ തടഞ്ഞു അങ്ങേ ഭാഗത്ത്. സുഹൈൽ നയതന്ത്രജ്ഞനാണ്, ബുദ്ധിമാനാണ്, ഉജ്ജ്വല വാഗ്മിയാണ്, മുശ്രിക്കാണ്. പക്ഷെ പിന്നീട് അദ്ദേഹം ഇസ്ലാമിലേക്ക് അദ്ദേഹം പറഞ്ഞത്, മുഹമ്മദേ, അള്ളാഹുവിന്റെ റസൂലും ആണ് നീ എന്ന് സന്ധിയിൽ എഴുതി കഴിഞ്ഞാൽ അത് ഞങ്ങൾ സമ്മതിക്കണ്ടേ? പറ്റില്ല. സന്ധി അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ സന്ധി എഴുതുന്ന പ്രശ്നം തീർന്നതോടുകൂടി നീ അള്ളാഹുവിന്റെ റസൂലാന്ന് പറഞ്ഞാൽ അത് വെട്ടണം, റസൂലുള്ള എന്നുള്ളത് വെട്ടണം. മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് എഴുതിക്കോ, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് എന്ന് എഴുതിക്കോന്ന്. നബി, നിങ്ങൾ സമ്മതിച്ചാലേ ഇല്ലെങ്കിൽ ഞാൻ അള്ളാഹുവിന്റെ റസൂൽ തന്നെയാണ്. നബി അത് പറഞ്ഞു. എന്നിട്ട് അത് വെട്ടിക്കൊടുത്തു. അലി അള്ളാഹിനോട് വായിച്ചു കൊടുക്കാൻ പറഞ്ഞു. മുഹമ്മദ് ബിൻ അബ്ദുള്ള എഴുതി. എന്താ ഈ കാരണം എന്ന് പറയുന്നത്? നിങ്ങൾ ഇതൊക്കെ വിട്ടുവീഴ്ച ചെയ്തത്. ഒരു ഭാഗത്തേക്ക് ഒരുപാട് വ്യവസ്ഥകൾ, എല്ലാം അങ്ങേ ഭാഗത്തേക്ക് അനുകൂലം, ഇങ്ങേ ഭാഗത്തേക്ക് കിടക്കാൻ പറ്റാതെ ഒരു പാലം ഇട്ടാൽ ഒരു ഭാഗത്തേക്ക് മാത്രം പോകുന്നത്. ഇതൊക്കെ റസൂൽ സംഭവിച്ചു കൊടുത്തത് എന്താ അറിയുക? ഒരു സമാധാന അന്തരീക്ഷം നാട്ടിലുണ്ടാവാൻ വേണ്ടി. യുദ്ധമില്ലാത്തൊരു സാഹചര്യം വരികയാണ്. ആ സാഹചര്യം കളിയാടി വന്നു. ഹിജ്റ 6-ാം വർഷമാണ് ആ സന്ധി നടക്കുന്നത്. തുടർന്ന് 4 വർഷമാണ് അള്ളാഹുവിന്റെ റസൂൽ ജീവിക്കുന്നത്. ഇസ്ലാമിക ചരിത്രകാരന്മാർ ചിലരൊക്കെ രേഖപ്പെടുത്തി ആ കാലഘട്ടത്തെ പറ്റി പറഞ്ഞൊരു വാക്കെന്താ നിങ്ങൾ? ആ അവസാനത്തെ 4 വർഷം, അതിന് മുമ്പുണ്ടായിരുന്ന 19 വർഷം മൊത്തം ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നതിനേക്കാൾ കൂടുതൽ ആ 4 വർഷം കൊണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ടെന്ന്. അതിന് കാരണം അവർ വിലയിരുത്തുന്നത് സമാധാന അന്തരീക്ഷം വന്നു, ഇസ്ലാം നിർലോഭം ആളുകളുടെ മനസ്സിലേക്ക് കടന്നു കയറി ചെന്നു എന്നാണ്. ഒരു ബഹളവും സംഘർഷവും സംഘട്ടനവും യുദ്ധവും നടക്കുന്നിടത്ത് ആശയ സംവേദനം നടക്കില്ല, ആശയ കൈമാറ്റം നടക്കില്ല. അവിടെ ശത്രുതയാണ് വളർന്നു വരുന്നത്. സഹകരണത്തിന്റെ മേഖലയിൽ സമാധാനാന്തരീക്ഷത്തിൽ വളരെ പെട്ടെന്ന് ഇസ്ലാമിക ആദർശങ്ങൾ പ്രബോധനം ചെയ്യാൻ സാധിക്കും എന്നാണ് അതിന് കാരണം. ഇതെന്താ റസൂൽ ഇവിടെ ചെയ്ത്? ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ രാജ്യത്ത് ഇവിടെയൊക്കെയുള്ള ഏത് സംഗതിയിലും ഒരു സമാധാനത്തിന്റെയും നന്മയുടെയും മാർഗമുണ്ടെങ്കിൽ നമ്മൾ മുസ്ലിങ്ങൾ അതുമായിട്ട് സഹകരിച്ചു പോവുകയാണ് വേണ്ടത്. അല്ല, അതാണ് ഇസ്ലാം. അങ്ങനെയാണ് ഇസ്ലാമിന്റെ നിലപാടുള്ളത്. അതല്ലാതെ ഒരു ശത്രുതയുടെ മാർഗമല്ല. ഏത് നന്മ എവിടെയൊക്കെ ഉണ്ടോ അവിടെ ഒന്നാമതായി കടന്നു ചെല്ലേണ്ടവരാണ് മുസ്ലിങ്ങൾ. അങ്ങനെ തന്നെ റസൂൽ പറഞ്ഞൊരു സംഭവം കൂടിയുണ്ട്. ഞാൻ അത് കൂടി ഉദ്ധരിച്ച് അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി ആകുന്നതിന് മുമ്പുള്ള ഒരു സംഭവമാണ്. മുഹമ്മദ് ആയിരുന്ന കാലത്തുള്ള ഒരു സംഭവം. മക്കയിൽ ഈ ഉംറക്ക് വരുന്ന, ഹജ്ജിന് വരുന്ന ആളുകൾ, അന്നേ ഉണ്ടല്ലോ ഹജ്ജ് ഉംറയ്ക്ക് വരുന്ന ആളുകൾ കൊള്ളയടിക്കപ്പെടുകയും കയ്യേറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. അത് അവിടുത്തെ ഒരു ജീവിത രീതിയാണ്. അവർ ഗോത്രങ്ങളായതുകൊണ്ട് കൊള്ളയടിക്കുമ്പോഴൊക്കെ കൊണ്ടുപോകും, അങ്ങനെയൊക്കെ ചെയ്യുന്ന സംഗതികളുണ്ടായിരുന്നു. അത് മക്ക പവിത്രമായ ഒരു കേന്ദ്രം, ഹറം പവിത്രമാണ്, മുശ്രിക്കുകൾക്കും മുസ്ലിങ്ങൾക്കൊക്കെ പവിത്രമാണ്. അവിടെ അങ്ങനെ ഒരു കയ്യേറ്റത്തിന്റെ അവസ്ഥ നിലനിന്നുകൂടാ. അതിന് കയ്യേറ്റത്തിന് വിധേയനായ ഒരാള് സഫാ കുന്നിന്റെ നെറുകയിൽ കയറി എന്നുകൊണ്ട് പറഞ്ഞു, കഅബയുടെ തൊട്ടടുത്ത് അദ്ദേഹം പറഞ്ഞു, ഇതാ ഞാനിങ്ങനെ കയ്യേറ്റത്തിന് വിധേയനെ സഹായിക്കണേ. ആളുകൾ തടിച്ചുകൂടി. ഈ അവസ്ഥ ഇനി ആവർത്തിച്ചുകൂടാൻ തീരുമാനമുണ്ടാക്കണം. അവർ അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആൻ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ ഉണ്ടായിരുന്നു മക്കയിലെ. ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ബന്ധപ്പെടുന്ന മനുഷ്യൻ, പക്ഷെ മുസ്ലിം അല്ല, ഒരുപാട് സാമൂഹ്യ സേവനങ്ങൾ ചെയ്യുന്ന മനുഷ്യൻ. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു യോഗം വിളിച്ചു കൂട്ടി. ആ യോഗത്തിൽ മുഹമ്മദ് നബിയും പങ്കെടുക്കും. നബിയല്ല, മുഹമ്മദ് പങ്കെടുക്കും. ആ യോഗത്തിന്റെ തീരുമാനം, ഈ മക്കയുടെ അതിർത്തിയിൽ വെച്ചുകൊണ്ട് ആരും കയ്യേറ്റം ചെയ്തുകൂടാ, കയ്യേറ്റത്തിന് വിധേയരായിക്കൂടാ. ഹജ്ജ ഉംറയൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ച് വരുന്ന ആളുകൾക്ക് പൂർണ്ണ സംരക്ഷണം ഈ നാട്ടിൽ അമ്ന് നിർഭയത്വം കിട്ടേണ്ടതുണ്ട് എന്നാണ്. അങ്ങനെ തീരുമാനമായി. ആ തീരുമാനം അവിടെ നടപ്പായി. ആ അന്തരീക്ഷം മാറ്റിയെടുക്കാൻ അവർക്ക് സാധിച്ചു. അങ്ങനെ കാലം കഴിഞ്ഞു.
40 വയസ്സായതിനു ശേഷം നബിയായി വന്നപ്പോൾ റസൂൽ അനുസ്മരിക്കുകയാണ് പഴയ സംഭവം. അന്ന് റസൂൽ പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ. അന്ന് ജാഹിലിയ കാലഘട്ടത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആന്റെ വീട്ടിൽ വെച്ച് നടന്ന ഒരു സംഭാഷണമുണ്ടല്ലോ, ഒരു സന്ധി സംഭാഷണവും ഐക്യ സമ്മേളനവും ഒക്കെ. അതേപോലെ ഒരു സംഭവത്തിന് വേണ്ടി ഇന്ന് എന്നെ ഇപ്പോൾ ആരെങ്കിലും ക്ഷണിച്ചാൽ, ഞാൻ നബിയാണല്ലോ, എന്നെ ആരെങ്കിലും ക്ഷണിച്ചാൽ അവിടെ ഒന്നാമത് കടന്നു ചെല്ലുന്ന വ്യക്തി ഞാനായിരിക്കുമെന്ന്. അവിടെ ആദ്യം എത്തുന്ന ആളെ ഞാൻ. എന്നുവെച്ചാൽ ഒരു സമാധാനം ഒരു നാട്ടിൽ നിലവിൽ വരാൻ സാഹചര്യം ഒരുക്കുക എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട് സൂചിപ്പിക്കുന്നത്. ഈ ബഹുമത സമൂഹത്തിൽ, ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾക്ക് ഈ രാജ്യത്തെ പൗരന്മാരോടൊക്കെ സ്നേഹമാണുള്ളത്, സഹകരണമാണുള്ളത്. ആദർശത്തിന്റെ കാര്യത്തിൽ നിഷ്ഠ പുലർത്തിക്കൊണ്ട് തന്നെ സഹകരിച്ചും സ്നേഹിച്ചും സംവദിച്ചുമൊക്കെ പോകേണ്ടവരാണ് നമ്മൾ. ഇവരൊക്കെ ശത്രുക്കളായി കണ്ടുകൊണ്ടോ അവരെ ശത്രുക്കളാക്കിക്കൊണ്ടോ ഉള്ള ഒരു സമീപനമല്ല ഇസ്ലാമികമായ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ കാണാൻ കഴിയുന്നത്. അത് ഒരു വിശദമായ പഠനം അർഹിക്കുന്ന, ഒരുപാട് മേഖലകളെ ബന്ധപ്പെടുന്ന ഒരു വിഷയമാണ്. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഈ കാര്യങ്ങൾ ഒരു ചിന്ത മാത്രം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് സമയപരിമിതി കാരണമായിട്ട് അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മതകാര്യങ്ങൾ അടിസ്ഥാനപരമായി പഠിച്ചു മനസ്സിലാക്കി ജീവിക്കാൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.